നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ മഹായിടവക വാർഷിക കൺവെൻഷൻ നടത്തപ്പെട്ടു. സങ്കേതം ഭവന നിർമ്മാണ പദ്ധതി 6 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ആർദ്രം പദ്ധതികൾക്ക് തുടക്കമായി. മലബാർ മഹായിടവക 10ാം വാർഷിക നിറവിൽ. വാർത്തകൾ വിശദമായി. മലബാർ മഹായിടവകയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന കനിവ് കരുണയുടെ വർഷം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയും ഓഫീസ് ഭാരവാഹികളും വാർത്താ നേരത്തോട് സംസാരിച്ചു. മലബാർ മഹായിടവക രൂപീകരിച്ചതിന് ശേഷം 10ാമത്തെ വാർഷികമാണ് 2025 നാം ആഘോഷിക്കുന്നത്. 2015 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് മലബാർ മഹായിടവക രൂപീകൃതമായത്. 2025 ഏപ്രിൽ മാസം 9-ാം തീയതി സ്തോത്ര ശുശ്രൂഷയോടുകൂടി ഈ 10 വർഷത്തെ ആഘോഷ പരിപാടികൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നാം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഇത് ഒരു ദിവസത്തെ ആഘോഷമായി ചുരുക്കാതെ ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ട് വേർതിരിക്കാനാണ് മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ, വിവിധ പ്രോജക്റ്റുകൾ ഈ ദിവസങ്ങളിൽ നടപ്പിലാക്കി വരുന്നു. ഏപ്രിൽ മാസം 6 മുതൽ 8 വരെയുള്ള തീയതികളിൽ ഒരു ബൈബിൾ കൺവെൻഷൻ കോഴിക്കോട്ട് വെച്ച് നടത്താനും മഹായിടവയ്ക്ക് സാധിക്കുകയുണ്ടായി. മഹായിടവയുടെ 10ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യങ്ങളിരിക്കുന്നവർക്ക് 10 വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് ഒരു പ്രോജക്റ്റ് സങ്കേതം എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് മഹായിടവയുടെ വിവിധ സഭകളിൽ, വിവിധ ഇടങ്ങളിൽ വീടുകളുടെ പണി ആരംഭിക്കുകയും ഇന്നേവരെ 6 വീടുകളുടെ പണി പൂർത്തീകരിച്ച് ബാക്കി 4 വീടുകളുടെ പണികൾ വിവിധ ഘട്ടങ്ങളിലാണ്. വരുന്ന നാളുകളിൽ തന്നെ അതും ദൈവമുമ്പാകെ സമർപ്പിച്ച് ആവശ്യങ്ങളിരിക്കുന്നവർക്ക് നൽകാനായിട്ട് കഴിയും എന്ന് നാം വിശ്വസിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലൂടെ തങ്ങളുടെ വസ്തുവകകളും ജീവനും നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഭവനം വെച്ചു കൊടുക്കുന്ന പണി ആർദ്രം എന്ന പേരിൽ മഹായിടവക ആരംഭിച്ചിട്ടുണ്ട്. 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം മഹായിടവക വാങ്ങിക്കുകയുണ്ടായി. വീടുകളുടെ പണികൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുമെന്ന രീതിയിൽ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അനേക കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താനായിട്ട് സാധിക്കാത്ത അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങളാണ് അതിന് കാരണം. ആ അവസ്ഥയിൽ മഹായിടവയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന ചിന്തയോടുകൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. മഹായിടവയിലുള്ള ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ മതിയായ സന്തോഷമുണ്ട്. ക്രിസ്തീയ ആരാധനയിലെ മുഖ്യ ഭാഗമാണ് സംഗീതം. സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ചുമതലയാണ്. അതുകൊണ്ട് മഹായിടവയുടെ 10ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊയർ ഫെസ്റ്റ്, ദേശീയ തലത്തിൽ ഉള്ള ഒരു കൊയർ ഫെസ്റ്റ് ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഈ കൊയർ ഫെസ്റ്റ് കോഴിക്കോട് വെച്ച് നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമൻ എംപവർമെൻറ്റ് എന്ന നിലയിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സംരംഭങ്ങൾ വിവിധയിടങ്ങളിൽ ആരംഭിക്കുകയുണ്ടായി. വിമൻ ടയർ
എന്ന സ്ത്രീജന സഖ്യത്തിൻ്റെ സോഷ്യൽ ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ദിവസങ്ങളിൽ നടത്തി വരുന്ന സ്റ്റോറുകൾ വരുന്ന നാളുകളിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ചുറ്റുപാടുകൾ മഹായിടവക ഒരുക്കി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനു പുറമെ വിദ്യാഭ്യാസ മേഖലയിൽ മഹായിടവകയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലവത്താകുന്നതിന് വേണ്ടി മുതൽ മുടക്ക് നടത്തുന്നതിനും ഈ ദിവസങ്ങളിൽ തന്നെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ധാരാളം ബിൽഡിങ്ങുകളും മറ്റും പണിതുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 10ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കനിവിൻ്റെ വർഷത്തിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തനം കാഴ്ചവെക്കാനായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കനിവിൻ്റെ വർഷത്തിൽ ആരോഗ്യരംഗത്തും മഹായിടവക കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊടക്കലിലുള്ള നമ്മുടെ ആശുപത്രി അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. പുതിയ എക്യുപ്മെൻറ്റ്സ്, പുതിയ ബിൽഡിങ്ങുകൾ എല്ലാം ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു പുറമെ വയനാട് മേഖലയിൽ സഹായകരമായ രീതിയിൽ ഒരു ആംബുലൻസ് വാങ്ങി ദൈവസന്നിധി പ്രതിഷ്ഠിക്കാനും ആഗ്രഹിക്കുന്നു. ഇത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ കാര്യം നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിനു പുറമെ മിഷൻ രംഗത്തും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഈ വർഷം ശ്രമിക്കുന്നുണ്ട്. ഒറീസയിലെ റായഗഡയിലുള്ള നമ്മുടെ മിഷൻ കേന്ദ്രത്തിൽ അവിടുത്തെ ലോക്കൽ സഭകളുമായിട്ട് ചേർന്ന്, പ്രത്യേകിച്ച് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഫുൽബാനി ഡയസിസുമായി ചേർന്ന് കാര്യക്ഷമമായിട്ട് ജനോപകാരപ്രദമായ പല പദ്ധതികളും അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ 30 ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റൽ നിലവിലുണ്ട്. അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനകത്തും നമ്മുടെ മിഷൻ ഫീൽഡുകളുണ്ട്. ആ മിഷൻ ഫീൽഡുകളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ മഹായിടവക ശ്രമിക്കുന്നുണ്ട്. ഇനിയും പല കാര്യങ്ങളും ഈ വർഷത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കനിവ് നാം അനുഭവിക്കുന്നത് പോലെ തന്നെ കനിവോടുകൂടി മറ്റുള്ളവരെയും ചുറ്റുപാടുമുള്ള ലോകത്തെയും കാണുന്നതിനും മഹായിടവക ശ്രമിക്കുകയാണ്. മഹായിടവയിലെ ഓരോ വിശ്വാസിയും ഈ കനിവിൻ്റെ വർഷത്തിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി ലോകത്തെ കാണാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മഹായിടവക 2025 വർഷം 10ാം വാർഷികമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ വർഷം കനിവിൻ്റെ അല്ലെങ്കിൽ കരുണയുടെ ഭാഗമായി കനിവ് 2025 എന്ന പദ്ധതിയായിട്ടാണ് ഈ മഹായിടവക ഈ വാർഷികം ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്ദേശം മഹായിടവകയിലെ ജനങ്ങളെ കരുതുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹായിടവകയുടെ അഭിമാന പദ്ധതിയായ സങ്കേതം എന്ന പദ്ധതി നിർധനരായ ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ സഭാജനങ്ങളെ കരുതണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും മറ്റും മഹായിടവക ചിന്തിക്കുന്നത്. നിർധനരായ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുക തുടങ്ങിയ പദ്ധതികൾ മഹായിടവക ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ഒരു പ്രയത്നത്തിൽ മഹായിടവക തിരുമേനിയുടെ അഭേദ്യമായ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഓഫീസേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു. കനിവ് എന്ന പദ്ധതിയിൽ മഹായിടവക ഓഫീസേഴ്സിനോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. തുടർന്നും മഹായിടവയുടെ വിവിധ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം വീണ്ടും ആവശ്യപ്പെടുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിലും ഉപദേശത്തിലും പ്രസ്താവനകളിലും ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു
എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്തത് എന്നുള്ളത്. ഇതിലൂടെ എളിയവരോടും ആലംബഹീനരോടും നിരാലംബരോടുമുള്ള കർത്താവിൻ്റെ അനുഭാവം, അവരോടുള്ള അനുകമ്പയാണ് നമുക്ക് ദൃശ്യമാകാനായിട്ട് സാധിക്കുന്നത്. കർത്താവിനെ അനുഗമിച്ചവരിലെല്ലാം ശിഷ്യഗണങ്ങളിലായാലും പുരുഷാരങ്ങളിലായാലും അന്നത്തെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും അശരണരും ആലംബഹീനരുമായ ജനതയായിരുന്നു കർത്താവിനെ അനുഗമിച്ചവരിൽ ഭൂരിഭാഗം. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നത്. മലബാർ മഹായിടവക 10ാം വർഷം ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവത്തെ സമൂഹത്തിന് പ്രതിഫലിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് കനിവ് എന്ന പേരിൽ ഈ വർഷം ആചരിക്കുന്നത്. സഭയുടെ ഒരു സാമൂഹിക മുഖം കൂടിയാണ് ഇതിലൂടെ മറ്റുള്ളവർക്ക് ദൃശ്യമാകേണ്ടത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഈ മനോഭാവം അനുകമ്പയുടെയും വിനയത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുതലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും മനോഭാവമാണ്. ഇത് സമൂഹത്തിൽ വ്യക്തമാക്കി കൊടുക്കുവാനായിട്ട് മലബാർ മഹായിടവക ആഗ്രഹിക്കുന്നു. എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും, എല്ലാ സാന്മാർഗികമായ പ്രവർത്തനങ്ങൾക്കും, എല്ലാ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ, മറ്റുള്ളവർക്ക് ആശ്വാസകരമായ, മറ്റുള്ളവർക്ക് സമാധാനം ഉൾക്കൊള്ളുന്നതായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. മലബാർ മഹായിടവക കൺവെൻഷൻ യോഗങ്ങൾ ഏപ്രിൽ 6, 7, 8 തീയതികളിലായി ആത്മീയ നിറവോടുകൂടെ നടത്തപ്പെട്ടു. കനിവ് കരുണയുടെ വർഷം എന്ന ആശയത്തോടുകൂടെ നടത്തപ്പെട്ട കൺവെൻഷനിൽ പ്രശസ്ത പ്രാസംഗികരായ റവറൻഡ് ഡോക്ടർ മോത്തി വർക്കി, റവറൻഡ് ഡോക്ടർ DJ അജിത് കുമാർ എന്നിവർ വചന സന്ദേശം നൽകി. മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ത്രിദിന കൺവെൻഷന് അധ്യക്ഷത വഹിച്ചു. ക്രിസ്തു കാരുണ്യത്തിന്റെ സജീവമായ പ്രതിഫലനമായി സഭ മാറണമെന്ന് തിരുമേനി ആഹ്വാനം ചെയ്തു. തുടർന്ന് വേദിയിൽ കനിവിന്റെ ഔദ്യോഗിക വീഡിയോ ഗാനം തിരുമേനി പ്രകാശനം നടത്തി. സ്തുതികളുയരുന്നിതാ കനിവിന്റെ ഈ ആണ്ടിനായി, കരുണയിന്റെ ശാബ്ദമായി കനിവേകി നീ കാത്തതാ, നിത്തിരുപാദാന്തികേ ഞങ്ങളണയുന്നിതാ, കനിവേറും നാഥ നിന്നെ വാഴ്ത്തിടുന്നിതാ. കൺവെൻഷന്റെ പ്രത്യേക ആകർഷണമായത് യുവജന സംഘടനയുടെ ലഹരി വിരുദ്ധ നൃത്തരൂപമായിരുന്നു. ക്ലർജി സെക്രട്ടറി റവറൻഡ് ജേക്കബ് ഡാനിയേൽ, മഹായിടവക ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, മഹായിടവക ട്രഷറർ റവറൻഡ് CK ഷൈൻ, കൺവെൻഷൻ കമ്മിറ്റി ചെയർമാൻ റവറൻഡ് ശോഭൻ കുമാർ ഡാനിയേൽ എന്നിവരും സന്നിഹിതരായിരുന്നു. വിവിധ സഭകളിൽ നിന്നുമുള്ള വിശ്വാസികളും കൺവെൻഷനിൽ പങ്കെടുത്തു. കനിവ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 6 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നിർവഹിച്ചു. മഹായിടവകയിലെ വിവിധ സ്ഥലങ്ങളിലായി നിർമ്മിച്ചു നൽകിയ ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങുകളിൽ ഡയോസിസൻ ഭാരവാഹികളും മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന ശേഷിക്കുന്ന 4 ഭവനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായി വരുന്നു. CSI മലബാർ മഹായിടവകയുടെ ആർദ്രം പദ്ധതിക്ക് തുടക്കം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കായുള്ള മഹായിടവകയുടെ പുനരധിവാസ പദ്ധതിയായ ആർദ്രം പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നിർവഹിച്ചു. മേപ്പാടി തൃക്കൈപ്പറ്റ നെല്ലിമാളത്ത് 1 ഏക്കർ 10 സെന്റ് ഭൂമിയിൽ 16 വീടുകളാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹായിടവക നിർമ്മിക്കുന്നത്. ചടങ്ങിൽ CSI മധ്യകേരള ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, മലബാർ മഹായിടവക ക്ലർജി സെക്രട്ടറി റവറൻഡ് ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, ട്രഷറർ റവറൻഡ് CK ഷൈൻ, മധ്യകേരള യുവജന ബോർഡ് സെക്രട്ടറി റവറൻഡ് നിബൂസ് കറിയ, ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ സുശാന്ത് നൈനാൻ കോശി, ആൽഫിൻ M റജി എന്നിവരും പങ്കെടുത്തു. CSI മലബാർ മഹായിടവക കനിവ് 2025 കരുണയുടെ വർഷത്തിന് മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ പതാക ഉയർത്തി ഔദ്യോഗിക തുടക്കം കുറിച്ചു. 2025 ഏപ്രിൽ 6 കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈദിക സെക്രട്ടറി റവറൻഡ് ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി മിസ്റ്റർ കെന്നത്ത് ലാസർ, റവറൻഡ് ബിബിൻ മാത്യു, റവറൻഡ് സാജു ബെഞ്ചമിൻ,
റവറൻ വിൻസെന്റ് മോസസ്, റവറൻ വിൻസെന്റ് മനോഹരൻ തുടങ്ങി സഭാജനങ്ങളും പങ്കെടുത്തു. CSI മലബാർ മഹാ ഇടവകയുടെ 10ാം വാർഷികം കത്തീഡ്രൽ ദേവാലയത്തിൽ സ്തോത്ര ആരാധനയോടുകൂടി ആഘോഷിച്ചു. മഹാ ഇടവകയുടെ സമർപ്പിത ദൗത്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും നിറവിൽ ഈ 10ാം വർഷം കനിവ് 2025 എന്ന പേരിൽ കരുണയുടെ വർഷമായിട്ട് വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മഹാ ഇടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി സ്തോത്ര ആരാധനയ്ക്ക് നേതൃത്വം നൽകി. CSI വെല്ലൂർ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ശർമ്മ നിത്യാനന്ദം, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ സെക്രട്ടറി റവറൻ ഡോക്ടർ DJ അജിത് കുമാർ എന്നിവർ മുഖ്യപ്രഭാഷകർ ആയിരുന്നു. മഹാ ഇടവകയുടെ പാർട്ട്ണർ സഭയായ ജർമ്മനിയിലെ ബ്രട്ടൻ ബ്രൂഷാൽ സഭ പ്രത്യേക സമ്മാനം നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. മഹാ ഇടവകയിലെ വിവിധ സഭകളിൽ നിന്നുള്ള വിശ്വാസികൾ ആരാധനയിൽ പങ്കെടുത്തു. അഭിമന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി അധ്യക്ഷനായിരിക്കുന്ന തിരുവനന്തപുരം കേരള ഐക്യവൈദിക സെമിനാരിയിലെയും ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെയും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങുകൾ നടത്തപ്പെട്ടു. മഹാ ഇടവക സൺഡേ സ്കൂൾ ക്യാമ്പ് നടത്തപ്പെട്ടു. വ്യത്യസ്തരായിരിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറൻ കോശി ജോർജ്, സൺഡേ സ്കൂൾ വർക്കർ റവറൻ ഡീക്കൻ തോമസ് PA, മഹാ ഇടവക ഔദ്യോഗിക ഭാരവാഹികൾ, വൈദികർ, മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ മലബാർ മഹാ ഇടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി അനുശോചനം രേഖപ്പെടുത്തി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യം വഹിച്ചതായി തിരുമേനി അനുസ്മരിച്ചു. ഏപ്രിൽ 3 മലബാർ മഹാ ഇടവകയിലെ ചാലപ്പുറം CSI ക്രൈസ്റ്റ് തമിഴ് സഭയിൽ വെച്ച് ഓർഡിനേഷൻ ശുശ്രൂഷ നടത്തപ്പെട്ടു. ഡീക്കൻ ബിജീഷ് ചെറിയാൻ, ഡീക്കൻ ഹെമ്മിങ്സ് പുഷ്പരാജ് ഹെർമൻ, ഡീക്കൻ ഷൈജു M ജോസഫ്, ഡീക്കൻ ആൽഡ്രിൻ തോമസ്, ഡീക്കൻ ആൽബിൻ തോമസ് എന്നിവരെ പ്രസ്ബിറ്റർമാരായും ശ്രീ മിൽട്ടൺ രാജിനെ ഡീക്കനായും മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി പട്ടം നൽകി. മലബാർ മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, ട്രഷറർ റവറൻ CK ഷൈൻ, മഹാ ഇടവക സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ശ്രീമതി ബിന്ദു റോയ്സ്, വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും സന്നിഹിതരായിരുന്നു. CSI മലബാർ മഹാ ഇടവകയുടെ 10ാമത് സ്ത്രീജന സഖ്യം ത്രിദിന സമ്മേളനം പാലക്കാട് മേപ്പറമ്പിലുള്ള CSI ചർച്ച് ഓഫ് ഹോപ്പിൽ വെച്ച് മെയ് 8 മുതൽ 10 വരെ നടത്തപ്പെട്ടു. മഹാ ഇടവക സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ശ്രീമതി ബിന്ദു റോയ്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ മഹാ ഇടവക വൈദിക സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയേൽ, ലേ സെക്രട്ടറി ശ്രീ കെന്നത്ത് ലാസർ, ട്രഷറർ റവറൻ CK ഷൈൻ, സ്ത്രീജന സഖ്യം വൈസ് പ്രസിഡന്റ് ശ്രീമതി അമിത ജെയിംസ്, സ്ത്രീജന സഖ്യം സെക്രട്ടറി ശ്രീമതി ലീബ ഡെന്നി, പ്രോപ്പർട്ടി സെക്രട്ടറി ശ്രീ ജോൺസൺ ആൻഡോ, മഹാ ഇടവക യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബിബിൻ മാത്യു, റവറൻ PL ഡെന്നി, മേപ്രമ്പ പാസ്റ്ററേറ്റ് കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി റെനി അനിൽ, പാലക്കാട് MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും പങ്കെടുത്തു. CSI വിമൻസ് ഫെലോഷിപ്പ് 16ാമത് ട്രിനിയൽ കോൺഫറൻസ് നടത്തപ്പെട്ടു. മെയ് 27-28 തീയതികളിൽ ബാംഗ്ലൂർ പാലന ഭവനിൽ വെച്ച് നടത്തപ്പെട്ട പരിപാടിയിൽ മലബാർ മഹാ ഇടവകയെ പ്രതിനിധീകരിച്ച് ശ്രീമതി ബിന്ദു റോയ്സ് കൊച്ചമ്മയുടെ നേതൃത്വത്തിൽ 12 പേർ പങ്കെടുത്തു. സ്റ്റെപ്പിംഗ് ഔട്ട് വിത്ത് ജീസസ് എന്നതായിരുന്നു ഈ വർഷത്തെ ചിന്താവിഷയം. ഫിലോസോഫിയ ബിരുദദാന ചടങ്ങിൽ ലിൻഡ രാജു, ജെയിൻ ബിബിൻ, ജെറിൻ ടോജിൻ, ക്രിസ്റ്റീന സുജിത് എന്നിവർ കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. ജർമ്മനിയിലെ ഫ്രീബർഗ്, സ്വിറ്റ്സർലൻഡിലെ ബാസൽ മുതലായ ഇടങ്ങളിലെ വിവിധ സഭകളിൽ വിശുദ്ധവാര ആരാധനകൾക്ക് മലബാർ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി നേതൃത്വം നൽകി. മഹാ ഇടവക കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ നോമ്പുകാലത്ത് പ്രതിദിന ധ്യാനങ്ങൾ വീഡിയോ രൂപത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ വിശ്വാസ സമൂഹത്തിനായി അവതരിപ്പിച്ചു. CSI മലബാർ മഹാ ഇടവക 10ാം വാർഷികത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടി മഹാ ഇടവക വിദ്യാഭ്യാസ വകുപ്പ് സംഗമം സംഘടിപ്പിച്ചു. മാനാഞ്ചിറയിലെ BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം ചെയ്തു.
കോർപ്പറേറ്റ് മാനേജർ റവറൻ സുനിൽ പുതിയാട്ടിൽ അധ്യക്ഷനായ ചടങ്ങിൽ മഹായിടവക ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. 35 വയസ്സ് പിന്നിട്ട യുവജനങ്ങൾക്കായി ഏകദിന കൂട്ടായ്മ കനിവ് 2025 ഭാഗമായി നടത്തി. കത്തീഡ്രലിൽ വെച്ച് നടത്തിയ യോഗത്തിൽ മഹായിടവകയിലെ മുൻകാല യുവജനങ്ങൾ തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നല്ല ഓർമ്മകൾ പങ്കുവച്ചു. മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ച യോഗം എല്ലാവർക്കും ഹൃദ്യമായ ഒരനുഭവമായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. EMSന്റെ ആഭിമുഖ്യത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണൽ ഫോറം ഡൽഹിയിൽ നടത്തപ്പെട്ടു. മലബാർ മഹായിടവക അഭിവന്യ തിരുമേനി യോഗത്തിൽ പങ്കെടുത്തു. നവീകരിച്ച ചാലപ്പുറം CSI ക്രൈസ്റ്റ് ചർച്ചിന്റെ പുനഃപ്രതിഷ്ഠ അഭിവന്യ തിരുമേനി റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, കന്യാകുമാരി ഡയോസിസ് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ചെല്ലയ്യ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. EMSന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡോ കൊറിയൻ മിഷൻ കൗൺസിൽ യോഗം ഡൽഹിയിൽ വെച്ച് നടന്നു. മലബാർ മഹായിടവക വൈദികരുടെയും സുവിശേഷകരുടെയും നോമ്പുകാല ധ്യാന യോഗങ്ങൾ മാർച്ച് മാസത്തിൽ നടത്തപ്പെട്ടു. കേരള റീജിയണൽ സൺഡേ സ്കൂൾ താലന്തുത്സവം ഇടുക്കി മേലുകാവ് വെച്ച് നടത്തപ്പെട്ടു. മലബാർ മഹായിടവക 3ാം സ്ഥാനം കരസ്ഥമാക്കി. കോഴിക്കോട് കത്തീഡ്രൽ സഭാംഗം CNS കാൽവിൻ കലാപ്രതിഭാ പട്ടം കരസ്ഥമാക്കി. ദക്ഷിണേന്ത്യൻ സഭയുടെ ബിഷപ്പ് കൗൺസിൽ യോഗം 2025 മെയ് മാസം 14-ാം തീയതി ചെന്നൈ സിനഡ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. CSI സിനഡ് ഓഫീസേഴ്സായി ചാർജ് എടുത്ത ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻ ഡോക്ടർ പ്രൊഫസർ K. റൂബൻ മാർക്ക്, ജനറൽ സെക്രട്ടറി ശ്രീ ഫെർണാണ്ടസ് രത്നരാജ, ഹോണററി ട്രഷറർ പ്രൊഫസർ ഡോക്ടർ B. വിമൽകുമാർ എന്നിവരെ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി ആശംസകൾ അറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.